ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുബിൻ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ UK കെയർ ഹോമിലോട്ട് പോകാനായിട്ട് ഒരു ഏജൻസിക്ക് 5.5 ലക്ഷം രൂപ നൽകിയായിരുന്നു. അവരെന്നെ 6 മാസത്തിനുള്ളിൽ UK എത്തിക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ നിന്ന് പൈസ മേടിച്ചത്. 6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. പ്രോസസ്സിങ്ങിന് വേറെയും പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് മേടിച്ചു. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. ഇന്ന് കൊണ്ടുപോകാം, നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമയം പോകുന്നതല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. അങ്ങനെ 1.5-2 വർഷം എൻ്റെ പൈസ അവരുടെ കയ്യിലായിരുന്നു. ഞാനപ്പോൾ റീഫണ്ട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പൈസ റീഫണ്ട് ചെയ്യാൻ ഉടനെ നടക്കത്തില്ല. അവരെന്തോ ലോണിനൊക്കെ അപേക്ഷ ചെയ്തിട്ടുണ്ട്, അതൊക്കെ സാങ്ഷനായാലേ പൈസ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ സാഹചര്യത്തിൽ വിഷമിച്ച് വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്കിവിടെ വന്നപ്പോൾ അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു, ബ്ലെസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി 60 ദിവസത്തിനുള്ളിൽ ഫുൾ പേയ്മെൻറ്റ് എൻ്റെ റീഫണ്ട് ചെയ്ത് തന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അതെനിക്ക്. അതുപോലെ ഈ സെപ്റ്റംബർ മാസം ഞാൻ ഒമാനിൽ വിസിറ്റിങ്ങിൽ പോയി, ജോലി അന്വേഷിച്ച്. പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഒമാനിൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ജോലി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 2 മാസം അവിടെ ട്രൈ ചെയ്തു, ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിനെല്ലാം പാസ്സാകുന്നുണ്ട്, ഉടനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു ജോലിയും 2 മാസത്തിനിടയ്ക്ക് എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞാനെന്നാൽ തിരിച്ചു പോയേക്കാമെന്ന് തീരുമാനിച്ചു. നവംബർ 20 ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആ സാഹചര്യത്തിൽ നവംബർ 15 എനിക്കൊരു കോള് വന്നു, ഒരു ജോലി റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആഹാരവും താമസ സൗകര്യവും എല്ലാം കൂടെയുള്ള നല്ലൊരു ജോലി തന്ന ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് ബാലൻസിൻ്റെ തലകറക്കത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ അത് എഴുതിയിട്ട് പിന്നെ ഇതുവരെ എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ അവിടെ വൃദ്ധസദനമുണ്ട്, അവിടെ പോയി അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമായിരുന്നു. ഇവിടുന്ന് ലഭിച്ച പത്രമെല്ലാം കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. തന്നെ ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അമ്മ മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സുബിൻ എന്ന മകൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകന് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിത ഭാരം കുറച്ച് നല്ല ജോലി നൽകിയ സാക്ഷ്യമാണ് ഈ മകൻ ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈ മകൻ ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ഇൻസെൻറ്റീവായി നൽകിയത് ഇതായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു വൻ തുക, വിസയ്ക്ക് വേണ്ടി ഏജൻസിക്ക് കൊടുത്തൊരു പൈസ ഉടനെ തന്നെ അദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ എത്ര തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായാലും, എത്ര തന്നെ അലോസരപ്പെടുത്തുന്നതായാലും, നമ്മുടെ കണ്ണുനീരും നമ്മുടെ സങ്കടവും പരിശുദ്ധ അമ്മ കാണുന്നു. കാരണം നാം ഉടമ്പടിയിലാണ്. ഒരുപാട് മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരൊറ്റ വിശ്വാസദാർഢ്യവും അതാണ്, എനിക്കൊട്ടും തന്നെ ഭയമില്ല, ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ സുരക്ഷിതനാണ്. പരിശുദ്ധ അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി ക്രമമായി ചെയ്തു തരും, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമെന്നുള്ളൊരു വലിയ എനിക്ക് ഉറപ്പുണ്ട് എന്ന് എല്ലാ മക്കളും ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി ഇന്ന് സാക്ഷ്യം ഏറ്റുപറയാറുണ്ട്. സുബിനും പറയാനുള്ളത് അത് തന്നെയാണ്. തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഒരു വലിയ വിലയുള്ളൊരു പണം കൃത്യമായി തന്നെ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ മകൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒമാനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിസിറ്റിംഗ് വിസ കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ അമ്മ തന്നെ ഒട്ടും തന്നെ മകനെ കഷ്ടപ്പെടുത്താതെ വേദനിപ്പിക്കാതെ വളരെയധികം ചിന്തിതനായിരുന്നെങ്കിലും ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഉടമ്പടി എന്നെ സഹായിക്കും,
ഈശോ എൻ്റെ രക്ഷകനാണ്, എന്നെ രക്ഷിക്കാനായി എനിക്ക് വേണ്ടി ജനിച്ചവൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ളൊരു വലിയ ഉറപ്പ്, ഒരു വിശ്വാസം, ഒരു വിശ്വസ്തത ഈ മകനുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലികളെയും പരിശുദ്ധ അമ്മ നിയന്ത്രിക്കുകയും ചെയ്തു എന്ന് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഒമാനിൽ ഇപ്പോൾ ഒരു നല്ല ജോലിയായി മകൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ കയറിയെന്ന് ഈശോദായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായി കിട്ടിയ വലിയ അവസരത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ജീവിതാവസരങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും വിശ്വസ്തരായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏതൊരു അപകടാവസ്ഥയിലും ഏതൊരു ജീവിത പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കും. ഒരുപാട് സമയങ്ങൾ എടുക്കുന്ന ജോലി വ്യവസ്ഥകളായാലും വിസലപിക്കാത്ത അവസ്ഥയായാലും പരിശുദ്ധ അമ്മയ്ക്ക് അതെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇനി വളരെ ചുരുക്കം സമയമേ ഉള്ളൂ എന്ന് ജോസഫ് അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഏത് തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് വന്നാൽ തന്നെയും പരിശുദ്ധ അമ്മ അതിന്മേൽ സമയത്തിനുള്ള അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞത്, മകനെ അവർക്ക് വീഞ്ഞില്ല. സമയമാകാതിരുന്നിട്ടും പരിശുദ്ധ അമ്മ ആ സമയം ആക്കിക്കൊടുത്ത ഒരു വലിയ അമ്മയാണ് നമ്മോടുകൂടെ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. കൃപാസനം അമ്മ സഞ്ചാരി മാതാവാണ്. നാം ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നാം ആയിരുന്നാലും യാത്ര ചെയ്താലും പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കും. സുബിൻ നമ്മോട് ഏറ്റുപറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സുബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.